ഭൂകമ്പത്തിൽ തകർന്ന വെനസ്വേലയ്ക്ക് സഹായവുമായി ഭാരത സൈന്യം. ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള 41 അംഗ സംഘമാണ് വെനസ്വേലയിലെത്തിയത്. അതേസമയം ഭൂകമ്പത്തിൽ ഇതുവരെ മരിച്ചവരുടെ എണ്ണം 920ആയി. 3500ഓളം പേർക്ക് പരിക്കേറ്റു. വിവരങ്ങൾ നൽകാൻ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, ഭാരതത്തിന്റെ സഹായ ഹസ്തമാണ് വെനസ്വേലയിൽ എത്തിയിരിക്കുന്നതിനൊപ്പം വെനസ്വേലയിലെ നിലവിലെ സാഹചര്യവും എന്താണ്? സുരേഷ്, ഏറ്റവും നിർണായകമായത് അന്താരാഷ്ട്ര രക്ഷാപ്രവർത്തനത്തിനുള്ള സംഘങ്ങളെല്ലാം തന്നെ വെനസ്വേലയിൽ എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ ഇന്നലെ തന്നെ പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഏറ്റവും നിർണായകമായ ഭാരതത്തിൻ്റെ ഇടപെടൽ കൂടി ഇപ്പോൾ വിശദീകരണമായി പുറത്തു വന്നിരിക്കുന്നത്. 41 അംഗങ്ങളുള്ള ആർമിയുടെ രക്ഷാപ്രവർത്തകർ, ഡോക്ടർമാരുൾപ്പെടെയുള്ള രക്ഷാപ്രവർത്തകരുടെ ഒരു സംഘമാണ് ഭാരതത്തിൽ നിന്നും അവിടെ എത്തിയിട്ടുള്ളത്. അവരുടെ കയ്യിൽ സ്നിഫർ ഡോഗുകൾ, അതുപോലുള്ള ഈ കെട്ടിടങ്ങൾക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷപ്പെടുത്തുക, അവർക്ക് ആവശ്യമായ വൈദ്യസഹായം ലഭ്യമാക്കുക, അതുപോലെ തന്നെ അനുബന്ധ പ്രവർത്തനങ്ങളിലെല്ലാം ഏർപ്പെടുക എന്ന ഒരു പ്രൊഫഷണൽ നേതൃത്വം നൽകുക. അതായത് ഈ രക്ഷാപ്രവർത്തനങ്ങൾക്ക് അവിടെയുള്ള വളണ്ടിയർമാർക്ക് പ്രൊഫഷണൽ നേതൃത്വം നൽകുന്ന ഏറ്റവും വിദഗ്ധരായ ആർമി ഉദ്യോഗസ്ഥരും ഡോക്ടർമാരും മറ്റു വിദഗ്ധരും ഉൾപ്പെടുന്ന സ്നിഫർ ഡോഗുകൾ ഉൾപ്പെടുന്ന ഒരു സംഘത്തെയാണ് ഭാരതത്തിൻ്റെ ആർമി അങ്ങോട്ട് അയച്ചിരിക്കുന്നതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏത് തരത്തിലുള്ള സഹായത്തിനും മുന്നിലുണ്ടാകുമെന്നും പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള നിലപാട് അറിയിക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഭാരത സംഘം അവിടെ എത്തി പ്രവർത്തനങ്ങൾ ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ ആത്യന്തികമായ സംവിധാനങ്ങൾ, അതായത് മരുന്നുൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഈ സംഘത്തോടൊപ്പം കൊണ്ടുപോയിട്ടുണ്ട്. മരുന്ന്, അത്യാവശ്യം വേണ്ട മെഡിക്കൽ ഉപകരണങ്ങളെല്ലാം തന്നെ അവരുടെ കൈവശമുണ്ട്. അടിയന്തരമായി എത്തേണ്ട സഹായങ്ങളെല്ലാം തന്നെ എത്തിച്ചു കഴിഞ്ഞു. ഇനി തുടർ സഹായങ്ങളും ഭാരതം എത്തിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. മറ്റൊരു നിർണായക ഘടകം എന്ന് പറയുന്നത് മരണസംഖ്യയുമായി ബന്ധപ്പെട്ടാണ്. 920 പേർ മരിച്ചു എന്നൊരു റിപ്പോർട്ടാണ് പ്രാഥമികമായി പുറത്തു വരുന്നത്. അത് ഔദ്യോഗികമായ ഒരു റിപ്പോർട്ടാണ്. പക്ഷേ ഔദ്യോഗികമായ റിപ്പോർട്ടിനേക്കാൾ എത്രയോ വലുതാണ് മരണസംഖ്യ എന്നാണ് മറ്റു വിശദാംശങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് 10,000-ഓളം എത്താനുള്ള സാധ്യതയുണ്ട്. പരിക്കേറ്റവരുടെ എണ്ണം 3000-ലേറെ അല്ലെങ്കിൽ 4000-ഓളം എന്നാണ് ഔദ്യോഗികമായ കണക്കുകളിൽ വ്യക്തമാക്കുന്നത്. എങ്കിൽ കൂടി ഇതെല്ലാം തന്നെ വൻതോതിൽ ഉയരാനുള്ള സാധ്യതയുണ്ട് എന്ന് നേരത്തെ ഭൂകമ്പമുണ്ടായ സാഹചര്യത്തിൽ തന്നെ, ഇരട്ട ഭൂകമ്പമാണ് ഉണ്ടായത്. 7.2ഉം 7.5ഉം രേഖപ്പെടുത്തിയ അതിശക്തമായ ഭൂകമ്പം വലിയൊരു വ്യാപ്തിയിലുണ്ടായ ഒരു സാഹചര്യത്തിൽ ലഭ്യമായ മോഡലുകൾ ഉപയോഗിച്ചുള്ള പ്രാഥമിക പരിശോധനയിൽ തന്നെ 10,000 മുതൽ 1,00,000 പേർ വരെ മരിച്ചേക്കാവുന്ന സാഹചര്യമുണ്ട് എന്ന റിപ്പോർട്ടുകളായിരുന്നു US ജിയോളജിക്കൽ സർവേ ആദ്യമായ ഒരു പ്രോബബിലിറ്റി അനാലിസിസിൻ്റെ ഭാഗമായി പറഞ്ഞത്. നിലവിലെ സാഹചര്യത്തിൽ ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത്. പക്ഷേ അതിനെ സംബന്ധിച്ച സ്ഥിരീകരണം മറ്റൊരു രാജ്യമായതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ലഭ്യമാകേണ്ടതുണ്ട്. അനൗദ്യോഗികമായ ചില വെബ്സൈറ്റുകൾ, അതായത് അവിടുത്തെ പ്രതിപക്ഷം ഒഫീഷ്യലായി പുറപ്പെടുവിക്കുന്ന പ്രതിപക്ഷത്തിൻ്റെ ചില വെബ്സൈറ്റുകളിൽ കാണാതായവരുടെ കണക്ക് ഏതാണ്ട് 7,000-ഓളം എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. അത്തരത്തിൽ വലിയ തോതിൽ ആളുകളെ കാണാതായിട്ടുള്ളൊരു സാഹചര്യമുണ്ട് എന്ന റിപ്പോർട്ടുകൾ കൃത്യമായും അവിടെയുള്ള പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു റിപ്പോർട്ടുകളുമാണ്. ഔദ്യോഗികമായ സ്ഥിരീകരണമാണ് ഇപ്പോൾ 920, 3500 എന്നൊക്കെയുള്ള കണക്കുകൾ വരുന്നത്. വലിയ തോതിലുള്ള ആൾനാശമുണ്ടാകാനുള്ള സാധ്യത ഒട്ടും തന്നെ തള്ളിക്കളയാനാവില്ല എന്ന് തന്നെയാണ് നിരീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത്. മറ്റു അന്താരാഷ്ട്ര സംവിധാനങ്ങളുടെ ഭാഗമായുള്ള രക്ഷാപ്രവർത്തനങ്ങളുടെ സംഘങ്ങളെല്ലാം തന്നെ വെനസ്വേലയിൽ എത്തിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ശരി ഐസൻ.